ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ +1 ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതിമനോഹരമായി നിങ്ങൾ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇത് നമ്മൾ +2 എത്തി നിൽക്കുകയാണ്. +2 നിങ്ങൾ ഏറ്റവും കുഴപ്പിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ ഫിസിക്സ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഫിസിക്സ് ഇത്ര ടഫാകാൻ കാരണം? നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഒന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിലബസ് തന്നെയാണ്. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ +2 ഫിസിക്സിൽ കുറേ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളായിട്ട് വരുന്നത് നമുക്കറിയാം ഇലക്ട്രിസിറ്റിയാണ്. ആദ്യത്തെ 8 ചാപ്റ്ററോളം നമ്മൾ ഇലക്ട്രിസിറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒന്ന് നേരിട്ട് കാണാത്ത കാര്യത്തെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത് പഠിക്കാനായിട്ട് പോകുന്നത്. കറണ്ടും അതേപോലെ തന്നെ ചാർജിൻ്റെ ഫ്ലോ ഒന്നും ആരും ഇതുവരെക്കും നേരിൽ കണ്ടിട്ടില്ല. അത് ഫസ്റ്റ് ഇയർ ആണെങ്കിലോ അങ്ങനെയല്ല. മെക്കാനിക്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളാണ് അവിടെ പഠിക്കുന്നത്. അതാണ് നിങ്ങൾ ഒന്നാമതായി ഫേസ് ചെയ്യാൻ പോകുന്ന ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കാൻ പോകുമ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ വരികയാണെങ്കിൽ ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സ് താരതമ്യേന എളുപ്പമായിട്ടാണ് നിങ്ങൾ എല്ലാവരും 10ാം ക്ലാസ്സിൽ പഠിച്ചതൊക്കെ വളരെ എളുപ്പത്തിലാണ്. എന്നാൽ നമ്മൾ +2 വരാൻ നേരത്ത് ഒപ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേയേറെ ഡെറിവേഷൻസ് അവിടെ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ മിറർ ഫോർമുല ആയിക്കോട്ടെ, അതേപോലെ തന്നെ കർവ്ഡ് സർഫസ് ഫോർമുല ആയിക്കോട്ടെ, പ്രിസം ആയിക്കോട്ടെ, കുറേ വലിയ ഡെറിവേഷൻസ് ഒക്കെ നമുക്ക് ഒപ്റ്റിക്സിൽ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഒപ്റ്റിക്സിൽ വരുന്ന രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വേവ് ഒപ്റ്റിക്സ് ആണ്. വേവ് ഒപ്റ്റിക്സ് നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു സംഗതിയാണ്. അതായത് നമ്മുടെ റേയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റിന് എന്ത് നേച്ചറുണ്ട്, വേവ് നേച്ചർ ഉണ്ടെന്നാണ് നമ്മളവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ അതിനുശേഷം വരുന്ന അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് മോഡേൺ ഫിസിക്സ് ആണ്. നിങ്ങൾ മോഡേൺ ഫിസിക്സിനെ കുറിച്ച് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. മോഡേൺ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ആറ്റത്തിൻ്റെയും ന്യൂക്ലിയസിൻ്റെയും അതേപോലെ തന്നെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്ന പുതിയ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിലബസ് വൈസ് നോക്കുകയാണെങ്കിൽ അല്പം ടഫ് തന്നെയാണ് നമ്മുടെ +2 എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഡെറിവേഷൻസിൻ്റെ എണ്ണമാണ്. +1 നിങ്ങൾ പഠിച്ച ഡെറിവേഷൻസിനേക്കാൾ കൂടുതലാണ് നിങ്ങൾ +2 പഠിക്കുന്ന ഡെറിവേഷൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഈ ഡെറിവേഷൻസൊക്കെ ഇതിൽ പല ഡെറിവേഷൻസും 2-3 പേജുകളുണ്ട്. ഇതൊക്കെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യുമെന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കൺസെപ്റ്റ് തന്നെയാണ്. നമ്മുടെ ഈ കഴിഞ്ഞ എക്സാമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒട്ടേറെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും? ഒന്നാമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു സ്റ്റഡി ടൈം ടേബിൾ വേണം. നല്ലൊരു ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടിരിക്കണം. അത് നിങ്ങളുടെ സ്കൂളിലായിക്കോട്ടെ, ഇനി നിങ്ങൾ പോകുന്ന ട്യൂഷനിലായിക്കോട്ടെ, ഇനി നിങ്ങൾ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ക്ലാസ് നിങ്ങൾ എന്തിനെ എഫക്റ്റീവ്, ആ ക്ലാസ് എങ്ങനെ ആയിരിക്കണം, എഫക്റ്റീവ് ക്ലാസ് ആയിരിക്കണം. ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ആ ക്ലാസ്സിലെടുക്കുന്ന ടോപ്പിക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അത്ര കോൺഫിഡൻസോട് കൂടി മാത്രമേ അങ്ങനെയുള്ള ക്ലാസ്സുകൾ മാത്രമേ നിങ്ങൾ പോകാനായിട്ട് പാടുള്ളൂ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സാമുകൾ, നിങ്ങൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ എല്ലാം എക്സാമുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതി നോക്കണം. അതേപോലെ തന്നെ ഒരു മൊഡ്യൂൾ വൈസുള്ള എക്സാം, അതായത് 4 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതിന് ശേഷം അതിൻ്റെ എക്സാം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് എഴുതി നോക്കണം. അതേപോലെ തന്നെ മോഡൽ എക്സാമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, എഴുതി നോക്കണം. ഇനി ഡെറിവേഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഡെറിവേഷൻസ് മക്കളെ പ്രോപ്പറായിട്ട് നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. ഒരു ഡെറിവേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഡെറിവേഷൻ നമ്മൾ ആദ്യം പഠിക്കുക, പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡെറിവേഷൻ നിങ്ങൾ എഴുതി വരിക. നിങ്ങൾ ഡെറിവേഷൻ്റെ എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പായി പോവുകയാണെങ്കിൽ അതേ ഡെറിവേഷൻ നിങ്ങൾക്ക് എന്താണോ പിഴവ് സംഭവിച്ചത് അത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അതേ ഡെറിവേഷൻ ഒന്നും കൂടി എഴുതുക. അങ്ങനെ പ്രോപ്പറായി നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഡെറിവേഷൻ എഴുതി നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ആ ഡെറിവേഷൻ പഠിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. പിന്നീടുള്ളത് എന്താണ്, കൺസെപ്റ്റ് ആയിട്ടുള്ള സംഗതിയാണ്. കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ല സബ്ജക്റ്റ് ഡെപ്തിൽ പഠിക്കുന്ന ഒരാൾക്ക് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും മക്കളെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം മുതൽ തന്നെ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, സെറ്റാക്കി മുന്നോട്ട് പോവുക. എക്സാമൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക, എഴുതി നല്ല രീതിയിൽ പഠിക്കുക. ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി നിങ്ങളുടെ ഭിത്തിയിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ആ ഇക്വേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഇക്വേഷൻ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ +2 ഫിസിക്സ് വളരെ എളുപ്പത്തിൽ നിസ്സാരമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ അഗ്നി ബാച്ച് എടുത്ത് നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മുടെ അഗ്നി ബാച്ചിലെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ഡെയിലി സ്റ്റഡി ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ എക്സാം സീരീസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഒരു +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെ എളുപ്പത്തിൽ ബോർഡ് എക്സാം ക്രാക്ക് ചെയ്യാം, ആ രീതിയിലാണ് സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഈ കാണുന്ന നമ്പറിൽ മക്കളെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയാവും. തുടക്കം മുതലേ പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, +2 ഫിസിക്സിനെ എളുപ്പത്തിൽ മെരുക്കിയെടുക്കാം. ഫിസിക്സിനെ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അഗ്നി ബാച്ചിൽ കണ്ടുമുട്ടാം. ബൈ ബൈ.